നമസ്കാരം. പാതിവില തട്ടിപ്പിൽ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ മിക്ക രാഷ്ട്രീയ പാർട്ടികളെയും പണം നൽകി സന്തോഷിപ്പിച്ചതായി വിവരം. ഇക്കാര്യം അനന്തുവിന്റെ അഭിഭാഷകയും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ശരിവെച്ചു. അനന്തുകൃഷ്ണന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ബന്ധമുണ്ട്. CPM-ലെ നേതാക്കൾക്കും അനന്തു പണം നൽകിയിട്ടുണ്ടെന്ന് ലാലി പറഞ്ഞു. അനന്തു നവകേരള സദസ്സിനും പണം നൽകി. കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ അനന്തുവിനെ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം സഹായിച്ചുവെന്നാണ് ലാലി വിൻസെന്റിന്റെ ആരോപണം. അനന്തു നവകേരള സദസ്സിന് പണം നൽകിയതായി അക്കൗണ്ടിലും കാണാം. അനന്തു അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് പ്രശ്നത്തിൽ ഇടപെടാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്. KM എബ്രഹാമിന്റെ ബന്ധുവാണ് കോഴിക്കോട് സ്വദേശി ബേബി നാഷണൽ NGO കോൺഫെഡറേഷന്റെ ട്രസ്റ്റിന്റെ ഭാഗമാണ്. ഇവരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് കോടികൾ പോയിട്ടുണ്ട്. നവകേരള സദസ്സിന് വേണ്ടി പ്രിന്റഡ് ഉടമയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 7 ലക്ഷം രൂപ ഇട്ടു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ലാലി പറഞ്ഞു. ആനന്ദകുമാറിന്റെ അക്കൗണ്ട് വഴി പണം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. ആനന്ദകുമാർ ഓരോ വാഹനം വാങ്ങാനും ഫെസിലിറ്റേഷൻ ഫീസ് എന്ന പേരിൽ 2000 മുതൽ 5000 രൂപ വരെ ഓരോ വണ്ടിയുടെയും എന്ന കണക്കിൽ ആനന്ദകുമാറിന്റെ സത്യസായി ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കാൻ നിർബന്ധിച്ചിരുന്നുവെന്ന് അനന്ത് പറഞ്ഞിരുന്നു. നിയമപരമായ കരാറില്ലാതെ ആർക്കും 1 രൂപ പോലും കൊടുത്തു പോകരുത്. നാട്ടുകാരുടെ പണമാണ്, കണക്ക് പറയേണ്ടി വരുമെന്ന്. അങ്ങനെ വേണമെങ്കിൽ സത്യസായി ട്രസ്റ്റുമായി ധാരണയുണ്ടാക്കണമെന്ന് അനന്തുവിനോട് ഞാൻ പറഞ്ഞിരുന്നു. അനന്ത് അത് ചെയ്തില്ല. ആനന്ദകുമാർ അനന്തുവിൽ നിന്ന് 2 കോടിയോളം വാങ്ങിയെന്ന് അക്കൗണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ പ്രൊജക്ട് അനന്ത് തയ്യാറാക്കിയതാണ്. ആനന്ദകുമാറിന്റെ കൂടെ ഉദ്യോഗസ്ഥരെയും സർക്കാർ പ്രതിനിധികളെയും കാണാനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതും അനന്തുവാണ്. ആനന്ദകുമാർ രക്ഷപ്പെടാൻ പാടില്ല. ആനന്ദകുമാറിന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്. അയാൾ ഇപ്പോഴും ട്രസ്റ്റിന്റെ ചെയർപേഴ്സണാണ്. ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിന്റെ ബന്ധു ബേബിയുടെ സംഘടനയ്ക്ക് കോടികളുടെ ബിസിനസ്സാണ് ലഭിച്ചത്. കൊച്ചനിയൻ എന്ന പേരുള്ള ജോൺ മാർക്സിസ്റ്റുകാരൻ ഇവരുടെ ട്രസ്റ്റിലെ അംഗമാണ്. SGST വകുപ്പിലെ ഉദ്യോഗസ്ഥനായ ജയൻ, മറ്റൊരു പ്രസാദ് എന്നിവരടക്കം ഒരുപാട് പേരുകൾ ഇതിലുണ്ട്. ഒക്ടോബർ 3-നാണ് മൂവാറ്റുപുഴ CI അനന്തുവിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്. 5-ന് അനന്തുവിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ പോയി. അവിടുത്തെ SI ആണ് ആദ്യമായി അനന്തുവിൻ്റെ അക്കൗണ്ടിലെ ക്രമക്കേടുകളെക്കുറിച്ച് എന്നോട് പറയുന്നത്. അത് കഴിഞ്ഞ് അനന്തുവിനോട് സംസാരിച്ചപ്പോഴും NGO കോൺഫെഡറേഷൻ്റെ ആളുകളോട് സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. NGO കോൺഫെഡറേഷൻ്റെ ആളുകളായ ബീന സെബാസ്റ്റ്യനും അനന്തുവും ജോണും ബേബിയും കൂടെ തിരുവനന്തപുരത്ത് പോയി. എബ്രഹാമിനെ കൊണ്ട് DIG ഓഫീസിലേക്ക് വിളിപ്പിച്ചാണ് അപ്പോയിൻമെൻറ്റ് എടുത്തത്. എന്നിട്ടാണ് DIG നേരിൽ പോയി കണ്ടത്. ഒക്ടോബർ മുതൽ ഡിസംബർ 31 വരെ എല്ലാവരും ഓരോ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണനിൽ നിന്നും CPM പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വെളിപ്പെടുത്തിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് 2.5 ലക്ഷം രൂപ CPM അക്കൗണ്ടിലേക്ക് അനന്തുകൃഷ്ണൻ നൽകിയത്. മൂലമറ്റം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയാണ് പണം നൽകിയതെന്നും CV വർഗീസ് വെളിപ്പെടുത്തി. അനന്തുകൃഷ്ണന്റെ ഒരു പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഭയമില്ലെന്നും CV വർഗീസ് പറഞ്ഞു. എനിക്ക് സ്വകാര്യ അക്കൗണ്ടില്ല. പ്രാദേശിക പാർട്ടി ഘടകങ്ങളെ സഹായിക്കാൻ പലപ്പോഴും പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂലമറ്റം ഏരിയ കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് ഇയാളുമായി സംസാരിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം 14-ാം തീയതി 2.5 ലക്ഷം രൂപ CPM-ന്റെ അക്കൗണ്ടിലേക്ക് മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ആ പണത്തിന്റെ സ്രോതസ് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അനന്തുകൃഷ്ണൻ എന്നാണ് പറഞ്ഞത്. അതാണ് CPM-ന് ഇയാളുമായുള്ള ബന്ധമെന്നും CV വർഗീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്നും ഭയമില്ലെന്നും CV വർഗീസ് വിശദീകരിച്ചു. കേസിൽ ഉൾപ്പെട്ട KN ആനന്ദകുമാർ മുങ്ങിയതായും സൂചനയുണ്ട്. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ആനന്ദകുമാർ. ഇയാളുടെ ശാസ്തമംഗലത്തെ വീട് പൂട്ടിയിട്ട നിലയിലാണ്. മൊബൈൽ ഫോണിൽ വിളിച്ചാലും പ്രതികരണമില്ല. നേരത്തെ പാതിവില തട്ടിപ്പിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദകുമാറിനെ പോലീസ് പ്രതി ചേർത്തിരുന്നു. മൂവാറ്റുപുഴയിലെ കേസിലും ആനന്ദകുമാർ മുഖ്യപ്രതിയാകണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആനന്ദകുമാർ ചെയർമാനായിരുന്ന NGO കോൺഫെഡറേഷനാണ് അനന്തുകൃഷ്ണനെ സ്കൂട്ടർ വിതരണത്തിന് ചുമതല ഏൽപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആനന്ദകുമാറിന് മാസം തോറും 10 ലക്ഷം രൂപ നൽകിയിരുന്നതായി അനന്തുകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരുന്നു.